വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് സമയം അവസാനിച്ചു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചേലക്കരയിൽ 72.38%, വയനാട്ടിൽ 64.54%വുമാണ് പോളിംഗ്. ചേലക്കരയിൽ നിന്ന് ആസിഫും വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആസിഫിലേക്കാണ്. ആസിഫ്, ചേലക്കരയിൽ 70% മുകളിലേക്ക് പോളിംഗ് എത്തി. അവസാന മണിക്കൂറിലും വോട്ടർമാർ ഓടിയെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതെല്ലാം നമ്മൾ കണ്ടു. ഏത് രീതിയിലാണ് ഈ ഒരു കണക്കുകൂട്ടൽ നോക്കുമ്പോൾ, ഏത് രീതിയിലാണ് മുന്നണികൾക്കൊക്കെ, ഏത് രീതിയിലാണ് പ്രതീക്ഷ? ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 72.42 ആണ് ചേലക്കരയിലെ പോളിംഗ് ശതമാനം. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും അവസാനം വന്ന ക്യൂവിലുള്ള വോട്ടർമാർ ചെയ്തു വരുമ്പോൾ അതിൻ്റെ കണക്ക് കൂടി വരാറുണ്ട്. എങ്കിൽ പോലും 73% മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കുറവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 77.74 ഉണ്ടായിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പാണ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ ഒരു വോട്ട് ശതമാനമായി തന്നെ നമ്മൾ കണക്കാക്കണം. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും പോളിംഗ് ശതമാനം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറില്ല. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പായി നോക്കുമ്പോൾ ഇതൊരു മികച്ച പോളിംഗ് ആയി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തായാലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. പരമ്പരാഗത വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ LDFിൻ്റെ ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ UR പ്രദീപ് എന്നുള്ള സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായ ഒരുപാട് വോട്ടുകൾ കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വരവൂര്, ദേശമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരവൂർ പരമ്പരാഗതമായി LDFന് നേട്ടമുണ്ടാക്കുന്ന ഒരു പഞ്ചായത്താണ്. ദേശമംഗലം ഇത്തവണ സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് കൂടി ആയതോടുകൂടി അവിടെയും വലിയ രീതിയിലുള്ള ഒരു ലീഡ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആണ് ആദ്യം മുതൽ തന്നെ LDFിൻ്റെ ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട പങ്കുവെക്കുന്നത്. വള്ളത്തോൾ നഗറും അവർ വലിയ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചോളം ഈ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനം തന്നെ അവർ ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു പോളിംഗ് ശതമാനമായാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അത്രയും പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് അവരും കണക്ക് കൂട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനത്തിൽ തങ്ങൾക്ക് അനുകൂലമായി വലിയ രീതിയിലുള്ള ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ തിരുവില്ലാമല അടക്കമുള്ള പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്ക് ആദ്യം മുതലേ ഉള്ളത്. ഈ ബൂത്ത് തലത്തിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവർ വിലയിരുത്തുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം ബൂത്ത് തലത്തിൽ നടന്നിരുന്നു. പ്രാദേശികമായി ഉണ്ടായിരുന്ന മുന്നണികളിലെ പ്രശ്നങ്ങളടക്കം പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. അങ്ങനെ വിവിധ ഘടകങ്ങൾ പിന്നീട് ഭരണവിരുദ്ധ വികാരം കൂടി തുണയാകുമ്പോൾ തങ്ങൾക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് UDFിൻ്റെ ക്യാമ്പിലുള്ളത്. UDF ആദ്യം മുതൽ തന്നെ ഒരു 5000-നും 8000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലുള്ള പോളിംഗ് ശതമാനങ്ങൾ വരുമ്പോഴും അവർ പല പഞ്ചായത്തുകളിലും അവർ ഉദ്ദേശിച്ച അത്രയും പോളിംഗ് ശതമാനം എത്തി എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തങ്ങൾ മുൻകൂട്ടി കണ്ടതുപോലെ ഒരു 5000-നും 7000-നും അല്ലെങ്കിൽ 8000-നും ഇടയിലുള്ള ഒരു വോട്ടുകൾക്ക് വിജയിച്ച് കയറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും UDFിൻ്റെ ക്യാമ്പിലുള്ളത്. BJP ഗണ്യമായ വോട്ട് വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവില്ലാമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ പോളിംഗ് അതടക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷ NDAയുടെ ക്യാമ്പിനുമുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികളും കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ പഞ്ചായത്തിലും എത്രത്തോളം വോട്ടുകൾ വന്നു, അത് ഏതൊക്കെ ബൂത്തുകളിലാണ് വോട്ട് വർദ്ധിച്ചത് തുടങ്ങിയ കണക്കുകൾ കൂടി വരുമ്പോഴാണ് ഓരോ പാർട്ടികൾക്കും അവരുടെ പ്രതീക്ഷയെ സംബന്ധിച്ച് ഒരു അന്തിമമായ ഒരു രൂപം ലഭിക്കുക. കാരണം ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിക്കുകയോ കുറയുകയോ എന്നതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് സ്വാധീനമുള്ള ബൂത്തുകളിൽ എത്രത്തോളം വോട്ടുകൾ വർദ്ധിച്ചു, അത് കുറഞ്ഞു തുടങ്ങിയ കണക്കുകൂട്ടലുകൾ വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടിൻ്റെ പാറ്റേണുണ്ട്. ആ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പറയാം, എല്ലാ പഞ്ചായത്തിലും LDF ലീഡ് ചെയ്യുന്നതിലേക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് UDFിന് അനുകൂലമായ ഒരു തരംഗമായിരുന്നു. UDF എല്ലാ പഞ്ചായത്തിലും UDF ലീഡ് ചെയ്യുന്ന ഘട്ടമെത്തി. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് 5 ചില പഞ്ചായത്തുകളിൽ UDFിന് കൂടി ലീഡ് ചെയ്യാൻ കഴിഞ്ഞൊരു പ്രത്യേകതയുണ്ട്. K. രാധാകൃഷ്ണൻ വിജയിക്കുമ്പോൾ പോലും അത്തരത്തിൽ ചില പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ മുന്നണികളും ഇപ്പോൾ പോളിംഗ് അവസാനിച്ച് അവർ കണക്കുകൂട്ടലുകളാണ് ഏതൊക്കെ മേഖലകളിലാണ് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്, ഓരോ ബൂത്തിലുമുണ്ടായ വോട്ടുകളുടെ ശതമാനമടക്കം അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തങ്ങൾക്ക് ഏത് തരത്തിൽ അനുകൂലമാകും എന്ന് അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഇല്ലെങ്കിൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം അതൊരു ഉയർന്ന പോളിംഗ് ആയി തന്നെയാണ് എല്ലാ പാർട്ടികളും കണക്കാക്കുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ എല്ലാ പാർട്ടികളും ഉള്ളത്.
ശരി ആസിഫ്, വയനാട്ടിൽ നിന്നും ലിജോ കൂടിയുണ്ട് വിവരങ്ങളുമായി. ലിജോ, വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ വരുമ്പോൾ തന്നെ ഇത് ഏത് രീതിയിലാണ് മുന്നണികളെയൊക്കെ ആശങ്കയിലാക്കുന്നത്? 2024 ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതാണ്ട് 14 ലക്ഷത്തിന് മുകളിൽ 14,70,000-ഓളം വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിലിപ്പോൾ 10 ലക്ഷം പോലും വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളതാണ്. 9,50,02 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അങ്ങനെ അത് 65% എത്തിയിട്ടില്ല. 64.74 എന്ന ആ കണക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2024 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അത് 73 അത്രയും പോളിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇതിപ്പോൾ കുറഞ്ഞ് വീണ്ടും ഒരു 6% കുറവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 80% പോളിംഗ്, 80.25 എന്ന പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഇതിപ്പോൾ 80.27 എന്നുള്ളതിൽ നിന്ന് കഴിഞ്ഞ തവണയായപ്പോൾ അത് 73.48 ആയിരുന്നു. ഇത്തവണ അത് 65% താഴെ എത്തിയിരിക്കുന്നു. വീണ്ടും ഒരു 6-7% കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം 70% മുകളിൽ പോളിംഗ് വർദ്ധിച്ചിരിക്കുന്ന ഒരേ ഒരു മണ്ഡലമാണ്, അത് ഏറനാടാണ്. കഴിഞ്ഞ തവണ 79% അവിടുത്തെ പോളിംഗ്. എന്നാൽ അവിടെ പോലും ഇത്തവണ 71-നും 72-നും ഇടയിലുള്ള ഒരു കണക്കിലാണ് അവിടെ പോളിംഗ് ഉള്ളത്. അതായത് അവിടെ മാത്രമാണ് 70% മുകളിൽ കടന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ നോക്കുമ്പോൾ ഏതാണ്ട് 6-7% കുറവ് ആ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ശരാശരി എല്ലാ മണ്ഡലങ്ങളിലും, അതായത് ഒരു 35,000 തൊട്ട് 50,000 വരെ ഭൂരിപക്ഷം ഓരോ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അത് ഏറ്റവും കുറവുണ്ടായിരുന്നത് മാനന്തവാടിയായിരുന്നു. അവിടെ ഏതാണ്ട് 35,000 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അത് ഏറനാട് വരുമ്പോഴേക്കും അത് ഏതാണ്ട് 60,000-ന് ചോടെ വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുകയും അങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിൽ 3,21,000 എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനു മുൻപ് 2019 അത് 4 ലക്ഷത്തിന് മുകളിലായിരുന്നു. അത്രയും ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 2 തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തവണ ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഈ പോളിംഗ് പെർസെൻറ്റേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇടതുപക്ഷം അവർ പറയുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൃത്യമായി കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ UDF അവകാശപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്നലെ വരെ, അതായത് കൊട്ടിക്കലാശം അവസാനിക്കുന്നത് വരെ UDF ക്യാമ്പിൽ നിന്ന് പറഞ്ഞിരുന്നത് 5 ലക്ഷത്തിന് മുകളിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്ന അത്രത്തോളം ഭൂരിപക്ഷം പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയാണ് നിലവിലെ കണക്കുകൾ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി, ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏത് തരത്തിലാണ് ഈ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നേരത്തെയൊക്കെ കുടിയേറ്റ കർഷകർക്കിടയിൽ BJPക്കിടയിൽ വലിയ തോതിലൊരു BJPക്ക് അനുകൂലമായ തരത്തിലുള്ളൊരു നിലപാട് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ വോട്ടുകൾ മാറിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക, LDFന്റെ വോട്ടുകൾ അത്തരത്തിലുള്ള ചോർച്ചകൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലുണ്ടാകും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ 2019 തൊട്ട് 2024 ഈ സമയത്തെ ഈ നവംബർ മാസത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ വരുമ്പോൾ വലിയ തോതിലുള്ള കുറവ്, അതായത് ഏതാണ്ട് 15% കുറവാണ് പോളിംഗിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ വന്നാൽ അത് ആളുകളുടെ, പ്രത്യേകിച്ച് അത് സ്ഥാനാർത്ഥികളോടുള്ള പ്രശ്നമാണോ അതോ രാഷ്ട്രീയം സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സത്യൻ മൊകേരി ഉൾപ്പെടെയുള്ളവർ അവസാനം, അതായത് തെരഞ്ഞെടുപ്പ് ഈ വോട്ടെടുപ്പിന് ശേഷം അവർ പ്രതികരിക്കുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല, അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്, അതിന്റെ പ്രതിഫലനമാണ് എന്നുള്ള നിലക്കാണ്. ഏതായാലും അത് വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടിയാണ് അക്കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും ഈ ഭൂരിപക്ഷം കുറയും, അഥവാ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെങ്കിൽ അതിൽ ഭൂരിപക്ഷം കുറയുമെന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ UDFനുള്ളിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രിയങ്ക ഗാന്ധി പോലെ ഒരാൾ വരുന്നു, സ്ത്രീ വോട്ടർമാർ വളരെ സജീവമായി വോട്ട് ഉണ്ടാകുമെന്ന് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് ഇത്രത്തോളം വോട്ട് കുറയുന്നത്. അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ശരി ലിജോ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു.
ചേലക്കരയിൽ 72.38%, വയനാട്ടിൽ 64.54% പോളിംഗ് രേഖപ്പെടുത്തിയത്. ആ വിവരങ്ങളാണ് ചേലക്കരയിൽ നിന്നും ആസിഫും വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസും നൽകിയത്.